ഹല്ലേലൂയ. അനുഗ്രഹമേറിയ നല്ല നിമിഷത്തിനായി, ഈ നല്ലൊരു ദിവസത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടട്ടെ. പ്രഭാത സന്ദേശത്തിലേക്ക് പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കർത്താവ് കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ ദിവസവും നമുക്ക് ആവശ്യമായ സന്ദേശങ്ങൾ, നമുക്ക് ആവശ്യമായ അരുളപ്പാടുകൾ നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തെ ഉറപ്പിക്കുകയും അതിനെ ദൃഢപ്പെടുത്തുകയും എങ്ങനെ ഓരോ ദിവസവും ചുവടുകൾ വെക്കണമെന്ന് വചനത്തിലൂടെയും തൻ്റെ അരുളപ്പാടുകളിലൂടെയും പ്രവചന ശബ്ദങ്ങളിലൂടെയും ദൈവം നമ്മോട് അറിയിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കും സ്നേഹത്തിനുമായി നമുക്കെല്ലാവർക്കും നന്ദി പറയാം. ഇന്ന് പ്രഭാതത്തിലും ദൈവം വളരെ ആഴമേറിയ ഒരു ചിന്തയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ സന്ദേശത്തിൽ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ ബലപ്പെടും, ഒരുപാട് പേരുടെ ചിന്താമണ്ഡലങ്ങൾ ശക്തി പ്രാപിക്കും, ഒരുപാട് പേരുടെ ആത്മീയ ജീവിതം ദൃഢപ്പെടും. അത്തരത്തിലുള്ള ഒരു ആത്മീയ സന്ദേശമാണ് ദൈവാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്നത്. യിരെമ്യാവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യിരെമ്യാവിൻ്റെ പ്രത്യേകത, യിരെമ്യാവ് കണ്ണുനീർ ഒഴിഞ്ഞിട്ട് നേരമില്ലാത്തതും ഏകാന്തത മാറിയിട്ട് ഓർമ്മയില്ലാത്തതുമായ ഒരു മനുഷ്യനാണ്. തൻ്റെ ജീവിതത്തിൽ ഏകാന്തതയാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ. വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ല, താൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കരയാറുണ്ടായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കരയുന്നൊരു വ്യക്തിയാണോ? പ്രാർത്ഥിക്കുമ്പോൾ കരഞ്ഞ യിരെമ്യാവിൻ്റെ അടുത്ത അനുഭവം എന്നാണെന്നറിയാവോ? താൻ ഏകാന്തത വിട്ടുമാറാത്തൊരവസ്ഥയായിരുന്നു. താൻ ഏകാന്തതയിലിരിക്കുന്നത് കൊണ്ട് തന്നെ തന്നോടുകൂടെ സംസാരിക്കാനും തന്നോട് കാര്യം പറയാനും ഒന്നും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സമയങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി താൻ ചെലവിട്ടിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏകാന്തത കർത്താവ് കൊണ്ടുവരുന്ന കാലഘട്ടം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണർവ് വ്യാപരിക്കേണ്ട കാലഘട്ടമാണ്. നിങ്ങൾ ഒരിക്കലും കരുതരുത് ഒരാത്മീയന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അത് ആക്സിഡന്റലി വരുന്നൊരു കാര്യമാണെന്ന്. അത് ദൈവം ഓരോ പർപ്പസിന് വേണ്ടി നമുക്ക് തരുന്ന അവസരങ്ങളാണ്. യിരെമ്യാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, തൻ്റെ ജീവിതം ഏറ്റവും കൂടുതൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന കാലഘട്ടം തനിക്കുള്ളപ്പോൾ തന്നെ തൻ്റെ ലൈഫ് ഏകാന്തതയ്ക്ക് സാക്ഷി നിന്നൊരു ലൈഫായിരുന്നു, ഒറ്റപ്പെടലായിരുന്നു തൻ്റെ ജീവിതം. താനൊരിക്കൽ ഇങ്ങനെയാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് താൻ വിലപിച്ചത്. കരയുന്ന കാലഘട്ടത്തിലും അദ്ദേഹത്തിന് ചില സമയങ്ങൾ പോലും തൻ്റെ സങ്കടം നിയന്ത്രിക്കാൻ കഴിയാതെ അദ്ദേഹം ഇങ്ങനെ താൻ പറഞ്ഞിരുന്നു. ആ ഒരു വേദന പറയാനും തനിക്ക് ആരും ഇല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. യിരെമ്യാവിൻ്റെ പുസ്തകം തന്നെ 15-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ഒരു വചനം കിടക്കുന്നത്: എൻ്റെ അമ്മേ, സർവദേശത്തിനും കലഹക്കാരനും വിവാദക്കാരനുമായിരുന്ന എന്നെ നീ പ്രസവിച്ചുവല്ലോ. അയ്യോ കഷ്ടം! ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടില്ല, എനിക്കാരും പലിശ തന്നിട്ടുമില്ല, എന്നിട്ടും അവരെല്ലാവരും എന്നെ ശപിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ അറിവിലേക്കായി ഞാൻ പറയുന്നു, നിങ്ങൾ കരയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ നീതിയോടെ ജീവിക്കുന്നു, നിങ്ങൾ ആർക്കും ദോഷം വരരുതെന്ന് ആഗ്രഹിക്കുന്നു, കഴിയുന്നത് പോലെയെല്ലാം നിങ്ങൾ നന്മ ചെയ്യുന്നു. എന്നിട്ടും നിങ്ങൾക്ക് നേരെ ചിലർ യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നെങ്കിൽ, നിങ്ങൾക്ക് നേരെ ശപിക്കാൻ അധരങ്ങൾ ചലിപ്പിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് നേരെ വാളോങ്ങുന്നെങ്കിൽ, ഞാൻ ആത്മനിറവോടെ പറയട്ടെ, ആ ശാപവും ആ യുദ്ധവും ഒന്നും നിന്നെ ജയിക്കത്തില്ല. ആ ശാപവും ആ യുദ്ധമൊന്നും നിങ്ങളുടെ നേരെ അടുത്തുപോലും വരത്തില്ല. കാരണം യിരെമ്യാവിൻ്റെ പുസ്തകം തന്നെ വളരെ ശക്തമായ ആശയം നമുക്ക് തരുന്നുണ്ട്. യിരെമ്യാവിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം
19 വാക്യമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത്. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ല താനും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവിനെ ദൈവത്തിൻ്റെ ശുശ്രൂഷകനായി ദൈവാത്മാവ് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുത്ത് തന്നെ അഭിഷേകം ചെയ്യുമ്പോൾ യഹൂദയ്ക്ക് ഒരു പ്രവാചകനായി ദൈവാത്മാവ് തന്നെ നിയോഗിക്കുകയാണ്. യഹൂദയുടെ 10 വിധ പാപങ്ങളെക്കുറിച്ച് നമുക്ക് തിരുവെഴുത്തിൽ കാണാനായിട്ട് കഴിയും. എന്നാൽ അതിനെക്കുറിച്ചൊന്നുമല്ല ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം. വളരെ ശക്തമായ ഒരു ആത്മീയ ദൂത് ഈ സന്ദേശത്തിനകത്തുള്ളത് കൊണ്ടും ആ ദൂത് ഇന്ന് ചിലരുടെ ഹൃദയങ്ങൾക്കകത്ത് വീഴണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുള്ളത് കൊണ്ടും ചരിത്രങ്ങളെക്കുറിച്ച് ഭയങ്കര ആഴമായിട്ടും ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് ഇന്ന് കൈമാറാനുള്ളൊരു ആശയം ഇതാണ്: എന്തുകൊണ്ട് എനിക്ക് നേരെ ഇത്രത്തോളം യുദ്ധങ്ങൾ വരുന്നു എന്നും, എന്നാൽ ഇത്രയും യുദ്ധത്തിൻ്റെ നടുവിലും ഞാൻ ജീവിച്ചിരിക്കുന്നല്ലോ എന്നും, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിന് നേരെ ഇത്രത്തോളം ആരോപണങ്ങൾ വരുന്നു എന്നും, എന്നാൽ പലപ്പോഴും അതിനെയൊക്കെ ജയിപ്പാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിക്കുന്നല്ലോ എന്നുമൊക്കെ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്നോട് യുദ്ധം അവസാനിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ ജീവിതം ജയകരമായി കൊണ്ടുപോകാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയണമെങ്കിൽ ചില യുദ്ധങ്ങൾ നിനക്ക് നേരെ വരണം. ആമേൻ പറയാൻ പറ്റുമോ? നിങ്ങളുടെ പ്രാർത്ഥന ജയകരമായാണ് മുമ്പോട്ട് പോകുന്നതെന്നും, നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയിലാണ് നിൽക്കുന്നതെന്നും, നിങ്ങൾ ആത്മീയ ശക്തി ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോ ദിവസം പ്രാർത്ഥിക്കുന്നതും എന്നുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇതുപോലുള്ള ചില യുദ്ധങ്ങൾ നിങ്ങൾക്ക് നേരെ വരുമ്പോഴാണ്. ചില ശാപങ്ങൾ നിങ്ങൾക്ക് നേരെ എഴുന്നേൽക്കുമ്പോഴാണ്. അതെ, ശാപം എഴുന്നേറ്റ് നിൽക്കുമ്പോഴും യിരെമ്യാവിനെ അത് ജയിക്കുന്നില്ലെന്ന് ദൈവാത്മാവ് പറയുന്നു. യുദ്ധം ശക്തമായി പൊട്ടി യഹൂദയുടെ ഇടയിൽ നിന്ന് തനിക്ക് നേരെ പുറപ്പെടുമ്പോഴും അതൊന്നും തന്നെ ജയിക്കത്തില്ലെന്ന് യഹോവയുടെ ആത്മാവ് പറയുന്നു. യിരെമ്യാവിന് നേരെ യുദ്ധ സന്നാഹം പുറപ്പെടുമ്പോഴും അതൊന്നും യിരെമ്യാവിനെ ജയിക്കത്തില്ലെന്ന് യഹോവയുടെ അരുളപ്പാട് പറയുന്നു. അങ്ങനാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം വളരെ താല്പര്യത്തോടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തു നിന്ന് എനിക്ക് പ്രാപിക്കത്തക്ക ദൂതെന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു: യുദ്ധങ്ങൾ നിന്റെ പ്രാർത്ഥനയുടെ ശക്തിയെ വെളിപ്പെടുത്താനാണ്. ശാപങ്ങൾ, നിനക്ക് നേരെയുള്ള എതിർപ്പിന്റെ വാക്കുകൾ നിന്റെ പ്രാർത്ഥനയുടെ ശക്തിയെ നിനക്ക് വെളിപ്പെടുത്തി തരാനാണ്. ആരോപണങ്ങൾ, നിനക്കെതിരെ നിൽക്കുന്ന വമ്പൻ സൈന്യങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി ക്ഷയിച്ചു പോയിട്ടില്ലെന്ന് വെളിപ്പെടുത്താനാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതേ ദൈവ പൈതലേ, നിന്നോട് യുദ്ധം ചെയ്യുന്ന ചില വ്യക്തികൾ നിർമൂലമാകും. ഭയങ്കര ശക്തമായൊരു ദൂതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. വാക്യം ഇതായിരുന്നു: അവർ നിന്നോട് യുദ്ധം ചെയ്യും. ദൈവ പൈതലേ, ആത്മീയ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് യുദ്ധം വേണ്ട എന്നവൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഒരു പോലീസുകാരൻ പോലീസ് ജോലി കിട്ടിയതിന് ശേഷം എനിക്ക് കള്ളനെ പിടിക്കണ്ട എന്ന് പറയുന്നതിന് സമമാണ്. അല്ലെങ്കിൽ എനിക്ക് കുറ്റാന്വേഷണം നടത്തണ്ട എന്ന് പറയുന്നതിന് സമമാണ്. പോലീസ് ജോലി കിട്ടിയ വ്യക്തി കുറ്റാന്വേഷണം നടത്തേണ്ട ഒരു വ്യക്തിയല്ലേ? എന്നാൽ അദ്ദേഹം ജോലി കിട്ടിയതിന് ശേഷം എനിക്ക് കുറ്റാന്വേഷണം നടത്തണ്ട, പക്ഷെ ഞാൻ പോലീസായിട്ട് തുടർന്നോളാം എന്ന് പറയുന്നത് പോലെയാണ്. എനിക്ക് കള്ളനെ പിടിക്കാൻ വയ്യ, പക്ഷെ ഞാൻ പോലീസായിട്ട് തുടർന്നോളാം. ഇതുപോലെയാണ് ഒരു ആത്മീയ ഇൻചാർജ് കിട്ടിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ യുദ്ധം ചെയ്യാനുള്ളവനാണ്. പക്ഷെ ദൈവം അവന് കൊടുത്തിരിക്കുന്ന ഉറപ്പ് എന്താണെന്നറിയാവോ? അത് വളരെ രസകരമാണ്. ഒരു ഗെയിമിലും നമ്മൾ മത്സരിക്കാൻ കയറുമ്പോൾ നീ ആകട്ടോ ഇന്നത്തെ ഗെയിമിൽ ജയിക്കാൻ പോകുന്നതെന്ന് അവിടെ ഇരിക്കുന്ന ആരും പറയാറില്ല. രണ്ടു കൂട്ടരും ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആത്മീയ ശുശ്രൂഷയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദൈവ പൈതലിനോട് ദൈവം പറയും, ഈ യുദ്ധത്തിൽ നീ ആയിരിക്കും ജയിക്കാൻ പോകുന്നതെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. ഈ യുദ്ധത്തിൽ നീ ആയിരിക്കും ജയിക്കാൻ പോകുന്നതെന്ന്. ഇന്ന് ഈ പ്രഭാതത്തിലും കർത്താവ് നമ്മളോട് പറയുക,
ആത്മീയ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന, സ്പിരിച്വൽ ഇൻചാർജ് ഹാൻഡിൽ ചെയ്യുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവ് പറയുകയാണ്, ഈ ആത്മീയ ജീവിതത്തിൽ നിനക്ക് ഇനിയും യുദ്ധമുണ്ടാകും മുൻപോട്ട്. പക്ഷേ നീ ആയിരിക്കും ജയിക്കാൻ പോകുന്നത്. ശത്രു ജയിക്കത്തില്ല, പിശാച് ജയിക്കത്തില്ല, സാത്താൻ ജയിക്കത്തില്ല, പ്രതിയോഗി ജയിക്കത്തില്ല, വൈരി ജയിക്കത്തില്ല, അസൂയാലു ജയിക്കത്തില്ല, തടസ്സം സൃഷ്ടിക്കുന്നവൻ ജയിക്കത്തില്ല. ഇന്ന് പകലിൽ അതിനു വേണ്ടുന്ന ഒരു ആത്മീയ ശക്തി ചിലരുടെ മേലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നുകൊണ്ടിരിക്കുക. യോശുവയോടും ഇതേ വാക്ക് ദൈവം പറയുന്നുണ്ട്. യോശുവയോടും ഈ ആത്മീയ ജീവിതത്തിന്റെ ഒരു 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 വളരെ ഒരു ശ്രദ്ധേയമായൊരു ഭാഗം എവിടാന്ന് ചോദിച്ചാൽ, പലരും യുദ്ധം ചെയ്ത് തളർന്നു പോകും. തകർന്നു പോകത്തില്ല, തളർന്നു പോകും. അവരുടെ തളർച്ച എന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്തിലും വരും, അവരുടെ ആത്മീയ ജീവിതത്തിലും വരും. ആത്മീയ ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയാണ്, ജയത്തിലേക്കുള്ളൊരു യാത്ര. ഈ ജയത്തിലേക്കുള്ള യാത്രയായതുകൊണ്ടാണ് പലയിടത്തും ജയിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ പലരും വഴിമധ്യേ വെച്ച് അധികം യുദ്ധം ചെയ്യുമ്പോൾ തളർന്നു പോകാറുണ്ട്. തളർന്നു പോകുന്നവർക്ക് അതാത് സ്ഥലങ്ങളിൽ ദൈവം അവരെ ശക്തീകരിക്കാൻ വേണ്ടി കൊടുത്തിരുന്ന ഒന്നാണ് അരുളപ്പാടുകൾ. കുടുംബജീവിതത്തിൽ തളർന്നവരും, വിദ്യാഭ്യാസത്തിൽ തളർന്നവരും, ഒരു ഉദ്യോഗത്തിന്റെ അന്വേഷണ ഘട്ടത്തിൽ തളർന്നവരും, ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി അന്വേഷണത്തിൽ നിൽക്കുന്നവരിൽ തളർന്നവരും, ആത്മീയ ശുശ്രൂഷയിൽ തളർന്നവരും, പ്രാർത്ഥനാ ജീവിതത്തിൽ തളർന്നവരും ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ ഭക്തന്മാർ, പ്രവാചകന്മാർ, ശുശ്രൂഷകന്മാർ, ദൈവമക്കൾ തളർന്നുപോയ ഘട്ടങ്ങളുണ്ടായിരുന്നു. അവരെ ശക്തീകരിക്കാൻ വേണ്ടി തളർന്ന ഘട്ടത്തിലേക്ക് ഇറങ്ങി വന്നതാണ് ദൈവിക അരുളപ്പാട്, ദൈവിക ശബ്ദങ്ങൾ. അത് പ്രവാചക രൂപത്തിൽ വന്നിട്ടുണ്ട്, അത് യഹോവയായ ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അതാത് ഘട്ടങ്ങളിൽ ഒത്തിണങ്ങിപ്പോകുന്ന നിലയിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. ഞാൻ ആത്മനിറവിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രവചനാത്മാവിൽ എനിക്ക് സംസാരിക്കാൻ ഒരു നിയോഗം കർത്താവ് തരുന്നു. ഇതുപോലെ ആത്മീയ ജീവിതത്തിലാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, വിവാഹ ജീവിതത്തിലാകട്ടെ, ബിസിനസ്സിലാകട്ടെ, എവിടെയെങ്കിലുമൊക്കെ തളർന്നവരായി ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു ദൈവശബ്ദം ഇന്ന് വെളിപ്പെടുന്നത് നിന്നെ ശക്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ദൈവശബ്ദം ഈ സമയം വെളിപ്പെടുന്നത് നിങ്ങളെ ശക്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. യോശുവയും ഇതുപോലെ ഭയപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ആത്മീയ ജീവിതത്തിലുള്ളതാ കേട്ടോ. ഭയപ്പാട്, നിരാശ, ദുഃഖം, കണ്ണുനീർ, ഭീതി, അവിശ്വാസം, ഇതെല്ലാം ആത്മീയ ജീവിതത്തിലുള്ളതാ കേട്ടോ. യോശുവയോട് പറയുന്നുണ്ട് ദൈവം, ഇതുപോലെ യിരെമ്യാവോട് പറഞ്ഞതുപോലെ തന്നെ യോശുവയോട് പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. യിരെമ്യാവിന്റെ 1:19 യോശുവയുടെ പുസ്തകം 1:9 ദൈവം ഇതുപോലെ തന്നെ പറയുന്നു. യിരെമ്യാവിനോട് ഇതാ പറഞ്ഞ്, ഞാൻ നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് അവർ നിന്നെ ജയിക്കത്തില്ല. യിരെമ്യാവിന്റെ പുസ്തകം തന്നെ 1:8 പറയുന്നു, നിങ്ങൾ നോക്കിയേ, നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ദൈവവൈതലേ, ദൈവം നമ്മളെ പലപ്പോഴും ശത്രുവിന്റെ ഒത്ത നടുവിൽ കൊണ്ട് നിർത്താറുണ്ട്. നിങ്ങളെല്ലാവരും ചിന്തിച്ചിട്ടില്ല, എന്തിനാ ഞാൻ ഈ കയ്പുനീര് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ? എന്തിനാ എന്നെ ഇതിൻ്റെ ഇടയിൽ കർത്താവ് ഇട്ടിരിക്കുന്നേ? എന്തിനാ ഈ കൂട്ടങ്ങൾ കാണാൻ വേണ്ടി എന്നെ ഇവിടെ കർത്താവ് ആക്കിയിരിക്കുന്നേ? എന്നെ എന്താ കർത്താവ് ഇവിടുന്ന് മാറ്റാത്തേ? എനിക്കെന്താ ഒരു ജീവിതത്തിൽ ഒരു മുന്നേറ്റം വരാത്തേ? എനിക്കെന്താ ഈ വിഷയത്തിൽ ഒരു മറുപടി കിട്ടാ? നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, യിരെമ്യാവിനെ കൊല്ലാൻ നിൽക്കുന്നവരുടെ ഇടയിൽ നിന്ന് കർത്താവ് മാറ്റുന്നുണ്ടോ? യോശുവ ഭയപ്പെടുന്നവരുടെ ഇടയിൽ നിന്ന് കർത്താവ് മാറ്റുന്നുണ്ടോ? യിരെമ്യാവിനെ ഏകാന്ത ജീവിതത്തിൽ നിന്ന് കർത്താവ് മാറ്റുന്നുണ്ടോ? യിരെമ്യാവിന്റെ കരയുന്ന കണ്ണിന് ദൈവം, കണ്ണുനീരിന് ഒരു വിടുതൽ അല്ലെങ്കിൽ ഒരു വ്യത്യാസം
ദൈവം കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇതെല്ലാം അവരുടെ ആത്മീയ ജീവിതം മേൽക്കുമേൽ മൂർച്ച കൂടുന്നതിനും ആത്മീയ ശക്തി വർദ്ധിക്കുന്നതിനും അവരുടെ ജീവിതത്തിലെ നിയോഗങ്ങൾ തുറന്നു വരുന്നതിനും കർത്താവ് വളമാക്കി മാറ്റി എന്നുള്ളതാണ്. ദൈവവൈതലേ, ശത്രുവിന്റെ ഇടയിൽ നിന്ന് നിന്നെ മാറ്റിക്കൊണ്ടല്ല ദൈവം നിനക്ക് ജയം തരുന്നത്. ശത്രുവിന്റെ മുൻപിൽ നിന്നെ ജയിപ്പിച്ച് അവരെ തോൽപ്പിച്ചാണ് നിനക്ക് ദൈവം ജയം തരുന്നത്. ശത്രു നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, നീ ഭയപ്പെടുന്നവർ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, നിങ്ങൾ ഭയപ്പെടുന്നവർ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഇവരെനിക്കൊരു വിടുതലിന് തടസ്സമാണ് എന്ന് പറയുന്നവർ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ദൈവം താങ്കൾക്കൊരു വിടുതൽ അതിൻ്റെ നടുവിൽ വെച്ച് തരും. അതാ പറഞ്ഞത്, നീ ഭയപ്പെടരുത് യോശുവയെ, നീ ഭ്രമിക്കരുത് യോശുവേ. യിരെമ്യാവിനോടും, ഞാൻ നിന്നോടുകൂടെ ഉണ്ട് യിരെമ്യാവേ, നീ അവരെ ഭയപ്പെടരുത്. പക്ഷെ ഒരു കാര്യം, അവർ നിന്നോട് യുദ്ധം ചെയ്യും. ദൈവപൈതലേ, ഇനിയും നിങ്ങൾക്ക് പോരാട്ടമുണ്ടാകും, പരാജയപ്പെട്ടു പോകുമല്ലോ എന്ന് വരെ നിങ്ങൾ ചിന്തിക്കും. ഈ ഒരു അവസ്ഥ എനിക്ക് തരണം ചെയ്യാൻ കഴിയുമോ എന്ന് നിങ്ങൾ കരുതും. ദൈവം പറയുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായി യുദ്ധം മാറിയിട്ടൊരു ദിവസം ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. പക്ഷെ അതിനകത്തെല്ലാം പൂർണ്ണ ജയത്തോടെ കാക്കുന്നൊരു കർത്താവുണ്ട്. ഒരു ദൂതും കൂടെ ഞാൻ പറയാം. ഓരോ യുദ്ധങ്ങൾ നിങ്ങളെ കർത്താവ് ജയിക്കുമ്പോഴും ഓരോ കൃപകൾ കർത്താവ് നിങ്ങളുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയുടെ കൃപകളാണെങ്കിലും, അഭിഷേകത്തിന്റെ കൃപകളാണെങ്കിലും, ശുശ്രൂഷയുടെ കൃപകളാണെങ്കിലും എല്ലാം ഓരോ യുദ്ധം കഴിയുമ്പോഴും നിങ്ങളുടെ മേൽ ദൈവം പകർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? യിരെമ്യാവിനെ കർത്താവ് ഈ കാര്യം പറഞ്ഞു ഉണർത്തുന്ന എന്തിനാണെന്നറിയാമോ? യഹൂദയ്ക്ക് നേരെ പ്രവചിക്കാൻ. യഹൂദ വളരെയേറെ പാപം ചെയ്യുന്ന ഒരു കൂട്ടരാണ്. കാരണം ദൈവത്തെ വിട്ടകലുന്നു, മിഥ്യാമൂർത്തികളുടെ പുറകെ പോകുന്നു, അവരൊരു അർത്ഥമില്ലാത്ത ജീവിതമുള്ളവരായി തീരുന്നു. അവരുടെ ആവശ്യഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ വിടുതലിൻ്റെ ആവശ്യമുള്ള സമയത്ത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. അവർ ആ ദേശത്തെ തന്നെ അശുദ്ധമാക്കുന്നു, ദൈവത്തിൻ്റെ അവകാശത്തെ അവർ അറപ്പാക്കുന്നു. പുരോഹിതന്മാർ പോലും ദൈവത്തെ അന്വേഷിക്കുന്നില്ല. അവരിലെ ഇടയന്മാർ അതിക്രമം കാണിക്കുന്നു. പ്രവാചകന്മാർ അന്യാത്മാവിൽ പ്രവചിക്കുന്നു. കള്ളപ്രവാചകന്മാർ അവരുടെ ഇടയിൽ എഴുന്നേൽക്കുന്നു. പ്രയോജനമില്ലാത്തവയോട് അവർ ചേർന്ന് നടക്കുന്നു. ഇങ്ങനെ 10 വിധ പാപങ്ങൾ യഹൂദ ചെയ്യുന്നുണ്ട്. അവർക്കെതിരായിട്ട് പ്രവചിക്കാനാ യിരെമ്യാവിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. നിങ്ങൾ പലരും, ചില വ്യക്തികൾ നന്നാകണമെന്ന് പറഞ്ഞ് നല്ല കാര്യം പറഞ്ഞാലും നിങ്ങളെ ആരും അംഗീകരിക്കത്തില്ല. നിങ്ങൾ നല്ല കാര്യം പറയുന്നതായിരിക്കും നിങ്ങൾക്ക് നേരെ ശത്രുക്കൾ പെരുകാനുള്ള കാരണം. ശരിയല്ലേ? നിങ്ങളിൽ നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നവർക്ക് നേരെ ശത്രുക്കൾ കൂടുതലായിരിക്കും. ഒരു വ്യക്തി നന്നായി പോട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളൊരു നന്മയായിരിക്കും പറയുന്നത്. പക്ഷേ നിങ്ങൾ പറയുന്ന നന്മയിലെ നന്മയൊന്നും അവിടെ ആരും കാണത്തില്ല. നിങ്ങൾക്ക് നേരെ ആയിരിക്കും, നിങ്ങൾക്കെതിരായിട്ടായിരിക്കും അവർ എഴുന്നേൽക്കുകയും നിങ്ങൾ പറഞ്ഞ നന്മ അവർ കാണാതെ നിങ്ങളെന്തോ ദോഷം ചെയ്തതുപോലെ ആയിരിക്കും അവർ പിന്നെ നിങ്ങളോട് ഇടപെടുന്നത്. ഇവിടെ യിരെമ്യാവിനും സംഭവിച്ചത് വ്യത്യസ്തമല്ല. യിരെമ്യാവിനെ കർത്താവ് നിയോഗിച്ചപ്പോൾ യിരെമ്യാവിനെതിരായിട്ട് യഹൂദ എഴുന്നേൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന മാന്യ പൈതലേ, നിങ്ങളെ കർത്താവ് എന്തിനെങ്കിലും നിയോഗിച്ചെഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശത്രുവും നിന്റെ കൂടെ എഴുന്നേൽക്കാൻ തക്കവണ്ണം തയ്യാറാകും. യിരെമ്യാവിനോട് ദൈവം 5 വിധ വിഷയങ്ങളാണ് പ്രവചനത്തിന് വേണ്ടി ഏൽപ്പിച്ചത്. 1, സർവ്വദേശത്തിനുമെതിരെ. 2, യഹൂദ രാജാക്കന്മാർക്കെതിരെ. 3, യഹൂദ പ്രഭുക്കന്മാർക്കെതിരെ. 4, പുരോഹിതന്മാർക്കെതിരെ. 5, ദേശത്തിലെ ജനത്തിനെതിരെ. ഒരു കാര്യം ഞാൻ പറയാം. ഒരുപാട് കരയുകയും ഏകാന്തത അനുഭവിക്കുകയും ചെയ്യുന്ന വ്യക്തി ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടല്ല ദൈവം ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രവചിക്കാൻ പറയുന്ന ആൾക്കാരാരൊക്കെയാന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? 1, ദേശം. 2, രാജാക്കന്മാർ. 3, പ്രഭുക്കന്മാർ. 4, പുരോഹിതന്മാർ. 5, ദേശത്തിലെ ജനം. നന്നായിട്ട് കരയുന്ന യിരെമ്യാവിനെ
എപ്പോഴും ഏകാന്തത അനുഭവിക്കുന്ന യിരെമ്യാവിനെ, ഏകാന്ത നിമിഷങ്ങൾ മുഴുവനും കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ വേണ്ടി തയ്യാറാകുന്ന യിരെമ്യാവിനെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നത് ചെറിയ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനല്ല. ഞാൻ ഇന്ന് ആത്മനിറവിൽ പ്രവചിക്കുന്നു. സുഹൃത്തെ, നീ ഒരുപാട് കരയുന്നുണ്ടെങ്കിൽ, ഒത്തിരി ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ആരും തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ, ചെറിയ രീതിയിലായിരിക്കത്തില്ല നിന്റെ നിയോഗം വെളിപ്പെടുന്നത്. ചെറിയ രീതിയിലായിരിക്കത്തില്ല നിന്നെ കർത്താവ് ഉപയോഗിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ വരുമ്പോൾ അത് ചെറിയ രീതിയിലായിരിക്കത്തില്ല. ഹല്ലേലൂയ. അതിനുവേണ്ടി എപ്പോഴും കരയുകയും ഏകാന്തത അനുഭവിക്കുകയും ചെയ്യുന്ന യിരെമ്യാവിനെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന എന്താണെന്നൂടെ പറയാം. യഹൂദ നോക്കുമ്പോൾ, രാജാക്കന്മാർ നോക്കുമ്പോൾ, പ്രഭുക്കന്മാർ നോക്കുമ്പോൾ ആളൊറ്റയാണ്. ആളുടെ കൂടെ നിൽക്കാൻ ആരുമില്ല, ആൾക്കൊരു ടീമില്ല, ആളെപ്പോഴും കരയുന്ന ആളാ. നനഞ്ഞ തോടുപോലെയാണ്, വെള്ളമൊഴുകുന്ന തോടുപോലെയാണ് യിരെമ്യാവിന്റെ കണ്ണിരിക്കുന്നത്. ഇതൊക്കെ ആ രാജാക്കന്മാർ നോക്കുമ്പോൾ. പക്ഷെ ആത്മമണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ശരീരം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവോ? ഇവിടെ കാഴ്ചക്കാർക്ക് ആള് ശോഷിച്ചവനും താടി നരച്ചവനും അങ്ങനെയൊക്കെ ആയിരിക്കാം, പൊക്കം കുറഞ്ഞവനായിരിക്കാം, പ്രത്യേകിച്ച് ആൾബലമൊന്നും ഇല്ലാത്തവനായിരിക്കാം. പക്ഷെ ആത്മമണ്ഡലത്തിൽ അദ്ദേഹത്തെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന എങ്ങനെയാണെന്നറിയാവോ? നിങ്ങൾ കേട്ടോ. 18-ാമത്തെ വാക്യം പറയുന്ന എന്നാന്നറിയാവോ? ഞാൻ നിന്നെ സർവദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിന് നേരെ ഉറപ്പുള്ള ഒരു പട്ടണവും ഇരുമ്പ് തൂണും താമ്ര മതിലുകളും ആക്കിയിരിക്കുന്നു. ദൈവപൈതലേ, നിങ്ങൾക്കിത് കേട്ടിട്ട് ആശ്ചര്യം തോന്നുന്നില്ലേ? ഞാനിത് വായിച്ചിട്ട് അമ്പരന്ന് പോയി. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, കരയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ദൈവം പറയുക ഇരുമ്പ് തൂണാണ്. ഏകാന്തതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പറയുക ഉറപ്പുള്ള പട്ടണമെന്ന്. ഇവിടെ കൂടെ നിൽക്കാൻ ഒരു വ്യക്തി പോലും ഇല്ല. ഈ ശുശ്രൂഷ ഏറ്റെടുക്കാൻ ആൾക്ക് താല്പര്യം ഉണ്ടായിരുന്നതല്ല. പക്ഷെ ദൈവം പറയുക, യിരെമ്യാവേ, നീ എന്നെ ഈ പറയുന്നേ, നീ എപ്പോഴും എന്നെ ഈ ബാലൻ എന്ന് പറയുന്നേ. ഞാൻ നിന്നെ ബാലന്റെ രീതിയിലല്ല കാണുന്നത്, നിന്നിൽ ഞാനൊരു ശക്തനായ പ്രവാചകനെ കാണുന്നു. ഓ ജീസസ്, ഇത് ദൈവം പറഞ്ഞ വാക്കാ. ഇവിടെ എന്നെ കേൾക്കുന്ന ചിലരെ നോക്കി ദൈവാത്മാവ് ഈ വാക്ക് പറയുക, നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്നും നീ ഒരു പൂർണ്ണ പരാജയാന്നൊക്കെ ചിലർ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ ആത്മാവ് പറയുക, നിന്നിൽ ഞാനൊരു പ്രവാചകനെ കാണുന്നു, നിന്നിൽ ഞാനൊരു പ്രവാചകിയെ കാണുന്നു, നിന്നിൽ ഞാനൊരു ശക്തനായ ശുശ്രൂഷകനെ കാണുന്നു. നിങ്ങളെ നോക്കി പറയുക, അവന്റെ കൂടെ നിൽക്കാൻ ആരുമില്ലെന്ന്. പക്ഷെ കർത്താവ് പറയുക, നിന്നെ ഉറപ്പുള്ളൊരു പട്ടണമാക്കി ദൈവം മാറ്റുമെന്ന്. അവളെ തൊട്ടാ ചോദിക്കാൻ ആരുമില്ല. പക്ഷെ നിന്നെക്കുറിച്ച് കർത്താവ് പറയുക, ദൈവം നിന്നെ ഇരുമ്പ് തൂണാക്കി നിർത്തുവാന്ന്. പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്ന വ്യക്തിക്ക് ആരുമില്ല എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചോണം. ദൈവം അവരെയൊക്കെ വ്യത്യസ്തരാക്കിയ ഈ ഭൂമിയിൽ നിർത്തിയേക്കുന്നേ. നമ്മളൊക്കെ ഇരുമ്പ് തൂണും താമരമതിലുകളും ആയില്ല എന്നുണ്ടായിരുന്നേ, എന്നെ ഇടിഞ്ഞു തകർന്നു പോകേണ്ടതാ. കാണുമ്പോൾ നമ്മളൊക്കെ മുറിവേക്കുന്ന ശരീരവും പുറത്തൂടെ ചോര ഒഴുകുന്ന അവസ്ഥയൊക്കെ തന്നെ. പക്ഷെ ആത്മമണ്ഡലത്തിൽ നമ്മുടെ ശരീരങ്ങൾ വ്യത്യസ്തമാണ്. വി ആർ ദ അയൺ പില്ലേഴ്സ്. നമ്മൾ ഇരുമ്പ് തൂണ, അയൺ പില്ലേഴ്സ്. നമ്മളെ കർത്താവ് അങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. ഹല്ലേലൂയ. കരഞ്ഞ് 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 ഉരുകി പോയി എന്നൊക്കെ പലരും പറയും. പക്ഷെ കരഞ്ഞ് 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 താമ്ര മതിലുകൾ പോലെ ദൈവം എന്നെയും നിങ്ങളെയും ഒക്കെ ആക്കി വെച്ചിരിക്കുക. കരഞ്ഞ് 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 പ്രാർത്ഥിച്ച് എന്ത് നേടി എന്ന് ചിലരൊക്കെ ചോദിക്കുമ്പോ ദൈവാത്മാവ് തിരുവെഴുത്തിലൂടെ ഇന്ന് ഈ പ്രഭാതത്തിൽ ചിലരോട് അരുളി ചെയ്യുകയാണ്. കരഞ്ഞ് 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 പ്രാർത്ഥിച്ച് മറ്റുള്ളവരുടെ കണ്ണിൽ കാണാൻ ഒന്നും ഇല്ലേലും ആത്മമണ്ഡലത്തിൽ നിന്നെ ഉറപ്പുള്ളൊരു പട്ടണവും ഇരുമ്പ് തൂണും താമ്ര മതിലുകളുമാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ടാ ശത്രു നിന്നെ തകർത്തിടാനും ഇടിച്ചു കളവാനും നിന്നെ പൊളിച്ചു കളവാനും പലവട്ടം പദ്ധതി ഇട്ടിട്ടും ശത്രു പിന്മാറിയതിന്റെ കാരണം നിന്നെ തൊട്ടിട്ട് അനങ്ങുന്നില്ല എന്ന്, നിന്നെ ഇടിക്കാൻ നോക്കിയിട്ട് ഏൽക്കുന്നില്ലെന്ന്, നിന്നെ വെട്ടാൻ നോക്കിയിട്ട് ഫലിക്കുന്നില്ലെന്ന്, നിന്നെ ശപിക്കാൻ നോക്കിയിട്ട് ഏൽക്കുന്നില്ലെന്ന് നിന്നെ ദൈവം ആത്മമണ്ഡലത്തിൽ ഉറപ്പുള്ള പട്ടണവും താമ്ര മതിലും ഇരുമ്പ് തൂണും
ഈ പ്രഭാതത്തിൽ ആർക്കൊക്കെ ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? ഈ പ്രഭാതത്തിൽ ആർക്കൊക്കെ ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? കരയുന്നവരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നിരാശപ്പെടുന്നവരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, ഞാൻ ഒന്നും നേടിയില്ല എന്ന് പറയുന്നവരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, ഞാൻ ജയിക്കത്തില്ലെന്ന് പറയുന്നവരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, ഞാൻ തളർന്നു പോകേയുള്ളൂ എന്ന് പറയുന്നവരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, ഇനി എനിക്കൊരു കയറ്റമില്ലെന്ന് പറയുന്നവരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, കരയാൻ നീ തയ്യാറാണേ. നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിനക്ക് നേരെ ശത്രുക്കൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ, നീയൊന്നും പണിയാൻ പോകുന്നില്ലെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിൽ, നിനക്ക് നേരെ യുദ്ധസന്നാഹം പൊട്ടി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സ്വർഗം പറയുക, അവരുടെ മുമ്പിൽ നിന്നൊന്നും നിങ്ങളെ മാറ്റത്തില്ല, അവരെ നിങ്ങൾക്ക് നേരെ തടയത്തുമില്ല. യുദ്ധം അവർ ചെയ്യും, പക്ഷേ നീ യുദ്ധം ചെയ്യാതെ നീ ജയിക്കും. ഞാൻ വീണ്ടും പറയട്ടെ, അവരുടെ മുമ്പിൽ നിന്ന് നിങ്ങളെ മാറ്റത്തൊന്നുമില്ല, നിങ്ങളുടെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞ് അവരെ തടയത്തുമില്ല, പക്ഷേ അവർ യുദ്ധം ചെയ്യും. നീ യുദ്ധം ചെയ്യാതെ നീ ജയിക്കും. Because you are the iron pillar. Horiba shekete labrakato shateya ralbakando. ഈ പ്രഭാതത്തിൽ ആരെയൊക്കെയോ ദൈവം ശക്തീകരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ആർക്കൊക്കെയോ വേണ്ടി ദൈവം ശക്തമായി ഇടപെടുന്നു. ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, അയ്യോ ശത്രു വരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ശത്രു വന്നല്ലോ, ശത്രു ചെയ്യരുതെന്ന് ആഗ്രഹിച്ചത് ശത്രു ചെയ്തല്ലോ, ചെയ്തിട്ടും അവർക്കൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഓർത്തു, അവർ ചെയ്യേണ്ടത് ചെയ്തേച്ചു പോയി, പക്ഷേ നീ തോറ്റില്ല, അവരൊട്ട് ജയിച്ചിട്ടുമില്ല. ആമേൻ. നീ തോറ്റില്ല, അവരൊട്ട് ജയിച്ചിട്ടുമില്ല. യിരെമ്യാവേ, നീ പറയേണ്ടത് നീ പറയണം, നീ ചെയ്യേണ്ടത് നീ ചെയ്യണം, നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്യണം. അതാ നിന്റെ ശുശ്രൂഷ. അതിന്റെ റിസൾട്ടിനെ കുറിച്ച് നീ വറി ചെയ്യണ്ട. നിനക്കുള്ള റിസൾട്ട് ഓൾറെഡി സ്വർഗം പറഞ്ഞിട്ടുണ്ട്. അവർ നിന്നോട് യുദ്ധം ചെയ്യും. നീ പറയുമ്പോൾ നിന്നോട് യുദ്ധം ചെയ്യും. നീ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കുമ്പോൾ അതിനെ നിർത്താൻ നിന്നോട് യുദ്ധം ചെയ്യും. നീ പ്രവചിക്കുമ്പോൾ നിനക്ക് നേരെ ചാടിക്കടിക്കും. നീ ദേശത്തിനെതിരെ ദേശവിരോധ പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞ് നിനക്കെതിരെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും അണിനിരക്കും. പക്ഷെ ഒരു കാര്യം, നിനക്ക് നേരെ യുദ്ധം ചെയ്യാൻ വരുന്നവൻ അവിടെ കിടന്ന് ചെയ്യും. നീ യുദ്ധം ചെയ്യാതെ നീ ജയിക്കും. കാരണം നിന്റെ കൂടെ ദൈവമുണ്ട്, നിന്റെ കൂടെ ദൈവമുണ്ട്, നിന്റെ കൂടെ ദൈവമുണ്ട്. ഓ, ദൈവമുള്ള ഒരു ജാതിയെ നോക്കി ദൈവാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഉറപ്പിക്കുകയാണ്, നിന്റെ കൂടെ ദൈവമുണ്ട്, നിന്റെ കൂടെ ദൈവമുണ്ട്. ഒറ്റയ്ക്കിരുന്ന് കരയുന്ന യിരെമ്യാവേ, നിന്റെ കൂടെ ദൈവമുണ്ട്. ഏകാന്തതയിൽ എപ്പോഴും വാസം ചെയ്യുന്ന യിരെമ്യാവേ, നിന്റെ കൂടെ ദൈവമുണ്ട്. ഓ, എനിക്ക് ആരുമില്ലെന്ന് പറയുന്ന ചിലരുണ്ടെന്ന് കർത്താവ് പറയുന്നു. എന്നെ കേൾക്കാൻ ആരുമില്ലെന്ന് പറയുന്ന ചിലരുണ്ടെന്ന് കർത്താവ് പറയുന്നു. അയ്യോ, എനിക്ക് എല്ലാ കാലവും ഈ ഏകാന്തതയാണല്ലോ വിധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നവരുണ്ടെന്ന് കർത്താവ് പറയുന്നു. അവരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നിന്റെ കൂടെ ദൈവമുണ്ട്. അതുകൊണ്ട് ശത്രു നിന്നോട് യുദ്ധം ചെയ്യും, പക്ഷേ ജയിക്കത്തില്ല, ജയിക്കത്തില്ല, ജയിക്കത്തില്ല. കാരണം യിരെമ്യാവ് എന്ന വ്യക്തിയെ ദൈവം 3 പ്രതീകങ്ങളാക്കിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന്, ഉറപ്പുള്ള പട്ടണം. ആള് വേണമെന്നില്ല കേട്ടോ ഉറപ്പുള്ള പട്ടണമാകാൻ. 2, ഇരുമ്പ് തൂൺ. 3, താമ്ര മതിൽ. യിരെമ്യാവിനോടുള്ള 3 വിധ വാഗ്ദത്തങ്ങൾ ഇതാണ്. വാക്യം 19 പറയുന്നത് നമ്മൾ വായിച്ചായിരുന്നു. 1, അവർ നിന്നെ ജയിക്കത്തില്ല. 2, ഞാൻ നിന്നോട് കൂടെയുണ്ട്. 3, ഞാൻ നിന്നെ വിടുവിക്കും. എവിടെ കിട്ടും ഇത്രയും വലിയൊരു ഉറപ്പ്? അവർ നിന്നോട് ജയിക്കത്തില്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ വിടുവിക്കും. ഈ പ്രഭാതത്തിൽ കർത്താവ് ശക്തമായി ചിലരോട് പറയുക, ദൈവം നിന്നോട് കൂടെയുണ്ട്, അവർ നിന്നെ ജയിക്കത്തില്ല, ദൈവം നിന്നെ വിടുവിക്കും. നിങ്ങൾ വിശ്വസിക്കാൻ ഈ പ്രഭാതത്തിൽ തയ്യാറായിരിക്കുന്ന ചില വ്യക്തികളോടാണ് കർത്താവിന്റെ ആത്മാവ് പറയുന്നത്, ദൈവം നിന്നോട് കൂടെയുണ്ട്, അവർ നിന്നെ ജയിക്കത്തില്ല, ദൈവം നിന്നെ വിടുവിക്കും. മാന്യ സുഹൃത്തേ, ക്രിസ്തീയ ജീവിതം അതൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതവും വളരെ ഉത്തരവാദിത്വത്തോടെ കാത്തു സൂക്ഷിക്കേണ്ട ജീവിതവുമാണ്. നിന്നോട് ആരും യുദ്ധം ചെയ്യാൻ വരാം. ഏത് രാജ്യത്ത് നിന്നും നിനക്ക് നേരെ യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. ഒരു മുന്നറിയിപ്പ് പോലും ഉണ്ടാകണമെന്നില്ല. പക്ഷേ
ആ സമയത്തൊക്കെ ദൈവം നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് നീ ഉറപ്പുള്ളൊരു പട്ടണമായിരിക്കും. ദൈവം നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് നീ ഒരു ഇരുമ്പ് തൂണായിരിക്കും. ദൈവം നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ദൈവം നിന്നെ വിടുവിക്കും. എല്ലാ ദൈവമക്കളും വിശ്വാസത്തോടെ ഈ വചനത്തെ ഇന്ന് പ്രഭാതത്തിൽ സ്വീകരിക്കുമ്പോൾ വലിയൊരു ദൈവിക സംരക്ഷണം താങ്കളുടെ കുടുംബത്തിലേക്ക് ഈ പ്രഭാതത്തിൽ കർത്താവ് അയക്കുകയാണ്. നിങ്ങൾ ഭയപ്പെടരുതെന്ന് ദൈവം ചിലരോട് പറയുന്നു. നിങ്ങൾ ഭ്രമിക്കരുതെന്ന് ദൈവം ഇന്ന് ചിലരോട് പറയുന്നു. ചിലരുടെ യുദ്ധവും ചിലരുടെ യുദ്ധമുറകളും എല്ലാം കണ്ട് ഭയപ്പെട്ടിരിക്കുന്നവരുണ്ട്. അവരുടെ കർത്താവ് പറയുക, ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കരുത്, ഞാൻ നിന്റെ ദൈവമാകുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കയില്ല താനും. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അവിടെ നിന്ന് പ്രഭാതത്തിൽ ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ഈ കേട്ട വചനത്തിൽ ഇവരെ ഉറപ്പിക്കുകയും ചെയ്യണേ. എല്ലാവിധ നന്മകളാൽ കർത്താവ് ഇവരെ നിറയ്ക്കപ്പ. എല്ലാ യുദ്ധങ്ങളെക്കുറിച്ചും ആരോപണങ്ങളെക്കുറിച്ചുള്ള ഭയങ്ങൾ ഇവരെ വിട്ട് മാറട്ടെ. ഒരു ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ കാണട്ടെ. ശക്തിയോടെ കർത്താവ് ഇവരുടെ മേലുള്ള നിയോഗങ്ങളെ വെളിപ്പെടുത്തുന്ന വലിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. ഇവരെയൊക്കെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമക്കളെ, നിങ്ങളെല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാതെ പോകല്ല്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകല്ല്. ഇത് രണ്ടും നിങ്ങൾ ചെയ്യുക. ഒപ്പം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കാണാൻ അവരോട് ആവശ്യപ്പെടുക. നമ്മുടെ ഈ ചാനലിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കുക. ദിവസവും 2 നേരവും നമ്മുടെ ഈ ചാനലിൽ നടക്കുന്ന ലൈവ് മീറ്റിംഗ്സ് കാണാൻ നിങ്ങളെല്ലാവരെയും ഉത്സാഹിപ്പിക്കുക. എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:30 നടക്കുന്ന ഈ സന്ദേശത്തിലേക്ക് മുടങ്ങാതെ നിങ്ങൾ പങ്കെടുക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് കിട്ടുന്നതിന് മുന്നേ തന്നെ, ഞാൻ മെസ്സേജ് തരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് മെസ്സേജ് തന്നോളൂ. സോ നിങ്ങൾ ആരും മുടങ്ങല്ല്. എല്ലാ ദിവസത്തെ സന്ദേശം കേൾക്കുക. എല്ലാ ദിവസത്തെ സന്ദേശത്തിലും നിങ്ങളോടുള്ള ഒരു ആലോചന അതിനകത്തുണ്ടാവും. ആമേൻ. വീഡിയോ മുഴുവനായിട്ട് കാണുക. എല്ലാ സന്ദേശങ്ങളും മുഴുവനായിട്ട് കാണുക, നോട്ട് ചെയ്യുക, ധ്യാനിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു അനുഗ്രഹമേറിയ ഒരു ദിവസം ഞാൻ ആശംസിക്കുന്നു. എല്ലാ സമാധാനവും നിങ്ങൾക്ക് കർത്താവ് തരട്ടെ. അടുത്ത ദിവസം പുതിയ ഒരു സന്ദേശവുമായി കാണുന്നത് വരെ അത്യുന്നതന്റെ ചിറകിൻ കീഴിൽ കർത്താവ് നമ്മെല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഗുഡ് ബൈ. ഗാഡ് ബ്ലസ് യു.